ഹലോ എവരിവൺ, എക്സാം പോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റിലെ 8ാമത്തെ ചാപ്റ്ററായ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ നോട്ട്സും മറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സാം പോയിന്ന് ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗൈഡ് മേടിക്കുകയും അതുകൂടാതെ വീഡിയോ കാണുകയും ചെയ്ത് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൈനൽ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ. അപ്പം എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം? അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ഒരു കൺവെൻഷണൽ ഫയൽ സിസ്റ്റം? ഇനി നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കുറേ മുമ്പ് നമ്മൾ എങ്ങനെയാണ് ഫയൽസൊക്കെ നമ്മൾ എടുത്ത് വെച്ചതെന്നാണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഫയൽ സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് ആൻഡ് ഓർഗനൈസ് ദ ഫയൽസ് ഇൻ എ സ്റ്റോറേജ് മീഡിയം വിത്തിൻ എ കമ്പ്യൂട്ടർ. റിഡൻഡന്റ് ഡാറ്റ ക്യാൻ ബി പ്രസൻറ്റ് ഇൻ ദ ഫയൽ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ പണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഫയൽസും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറേ ഫോൾഡറിലോട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്ത് നമ്മൾ വെക്കുകയാണ് ചെയ്തിരുന്നത്. അതാണ് കൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ മെമ്മറീൻ്റെ അകത്തേക്ക് ഫയൽസ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് ആണല്ലോ. ഇതിന് മുന്നേ എന്ന് പറയുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫയൽസൊക്കെ നമ്മൾ എന്തെങ്കിലും പേപ്പർ ഫയലോ അല്ലെങ്കിൽ നമ്മൾ ബുക്കിലോ റെക്കോർഡായിരുന്നു അല്ലേ. പക്ഷേ പിന്നീട് കുറച്ച് കമ്പ്യൂട്ടറൊക്കെ വന്ന സമയം നമ്മൾ എന്ത് ചെയ്തു, ഈ ഫയൽസൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫോൾഡറിലാക്കിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫയൽസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓർഗനൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൂടാതെ റിഡൻഡന്റ് ഡാറ്റ ക്യാൻ ബി പ്രസന്റ് ഇൻ ദ ഫയൽ സിസ്റ്റം. റിഡൻഡന്റ് എന്ന് പറയുന്നത് എന്താണ്? റിഡൻഡന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സെയിം ഫയൽ തന്നെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരേപോലത്തെ കുറേ ഫയൽസുകൾ നമ്മൾ എന്തുണ്ടാവും, ആ ഫയൽസിലുണ്ടാവും ഇല്ലേ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡൻഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം എന്തിലുണ്ടാവുന്നുണ്ട്, കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഇഫ് എ സ്റ്റുഡൻറ്റ് ടേക്ക് എ ന്യൂ അഡ്മിഷൻ and join NSS, his or her detail will be stored in both admission files in the NSS file. കാരണം നമ്മൾ ഓൾറെഡി എന്താണ്, നമ്മളിപ്പോൾ ഒരു NSS ഫയലിനകത്ത് നമ്മളൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു സ്കൂളിൽ അപ്പം എന്ത് ചെയ്യും, NSSനകത്തേക്ക് ചേരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഫയൽ നമ്മൾ NSSൻ്റെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, സ്കൂളിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും എന്താണ്, അവിടെ വീണ്ടും 2 ഡ്യൂപ്ലിക്കേഷൻ ഫയൽസ് ഉണ്ടായില്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡൻഡന്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ സാധാരണ ഫയൽസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫോൾഡറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സിസ്റ്റമായി നമുക്ക് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, റിഡൻഡൻസിയാണ്. റിഡൻഡൻസി ഞാൻ പറഞ്ഞു, ഡ്യൂപ്ലിക്കേഷൻ. കാരണം ഉള്ള ഫയലിന് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫയൽ എന്തായും ഭയങ്കര ബൾക്കായി വലുതാക്കി നമുക്ക് എന്ത് ചെയ്യും, കാണിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ ബാക്കപ്പ് ആൻഡ് റിക്കവറി ഓഫ് ദ ഡാറ്റ ഇഫ് ഇറ്റ് ഈസ് ലോസ്റ്റ്. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫയൽ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ റിക്കവർ ചെയ്യാനൊക്കെ ഭയങ്കര എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ദർ ഈസ് ലെസ് ഡാറ്റ കൺസിസ്റ്റൻസി ഫയൽ. കാരണം ഒരു ഫയലിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഭയങ്കര കുറവായിരിക്കും. ഫയൽ സിസ്റ്റം പ്രൊവൈഡ് ലെസ് സെക്യൂരിറ്റി. കാരണം ഈ ഒരു ഫയൽസിനൊന്നും എന്തുണ്ടാവില്ല, സെക്യൂരിറ്റി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്ത് പോകുന്ന സമയത്ത് ആൾക്കാർക്ക് വന്ന് എന്ത് ചെയ്യുക, ഫയൽസ് എടുക്കാൻ നോക്കാനൊക്കെ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫയൽസിനൊന്നും ഒരു സെക്യൂരിറ്റിയും എന്ത് ചെയ്യുന്നില്ല, കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൽ ഇല്ല. അപ്പോൾ നോ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡാറ്റ. കാരണം ഒരു സ്റ്റാൻഡർഡൈസേഷനും ഡാറ്റയ്ക്ക് എന്തില്ല, കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട്, റിഡൻഡൻസി എന്താണെന്ന് പറയുന്നുണ്ട്. കാരണം സെയിം ഡാറ്റ തന്നെ ഡ്യൂപ്ലിക്കേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു കൺവെൻഷണൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഫയൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഇതിന് ബാക്കപ്പോ നമുക്ക് റിക്കവർ ചെയ്യാനോ പറ്റില്ല, ലോസ് ആയി കഴിഞ്ഞാൽ പറ്റില്ല. അതേപോലെ സെക്യൂരിറ്റി ഇല്ല, അതേപോലെ കൺസിസ്റ്റൻസി അല്ല അല്ലേ. ഇതൊക്കെയാണ് ഒരു കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിന് പ്രധാനമായിട്ട് വരുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് വരുന്നത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേര് തന്നെ ഡാറ്റാബേസ്. ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്, കുറേ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ടേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റാബേസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കൺസെപ്റ്റ് ഓഫ് ഡാറ്റാബേസ്. അപ്പോൾ എന്താണ് ഡാറ്റാബേസ്? സിംപ്ലി നിങ്ങൾ ആലോചിക്കുക, ഡാറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഡാറ്റാസിനെ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകരുത്, നിങ്ങൾ ജസ്റ്റ് എപ്പോഴും ആലോചിച്ച് വെക്കുന്ന ഒരു കാര്യം, ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ എന്താ, കുറേ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഡാറ്റാബേസ് ഈസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ. എന്നുവെച്ചാൽ നമ്മൾ കുറേ ഇന്റർ റിലേറ്റഡ് ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. DBMS എന്ന് പറയുന്നത് എന്താ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം. കാരണം ഈ DBMS എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. കാരണം ഈ ഡാറ്റാബേസിനെ മാനേജ്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മൊത്തമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
DBMS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യൂസ് ടു ക്രിയേറ്റ് ആക്സസ് ആൻഡ് മെയിൻറ്റെയിൻ ദ ഡാറ്റാബേസ്. നമുക്ക് ഡാറ്റാബേസിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, ആക്സസ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും പറ്റും. ദ പ്രൈമറി ഗോൾ ഓഫ് ദ DBMS ടു പ്രൊവൈഡ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ബോത്ത് കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഡാറ്റാബേസ് ഇൻഫർമേഷൻ. കാരണം ഈ ഒരു DBMSന് പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കറക്റ്റായ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാം, ആ ഡാറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിന് കറക്റ്റായ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അതാണ് ഈ ഒരു DBMSന് പ്രധാനമായിട്ടുള്ള എന്തെന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ പറഞ്ഞത് നിങ്ങൾക്ക്? അപ്പോൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡാറ്റനെ നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഈ DBMS വെച്ചിട്ടാണ് നമ്മളതിന് മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ശരിക്കും ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ DBMSന് പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് എന്താ, കറക്റ്റായ രീതിയിൽ നമുക്ക് ഡാറ്റാസ് റിട്രീവ് ചെയ്യുക, അതിനെ കളക്ട് ചെയ്യാം, അതിനെ ആക്സസ് ചെയ്യാം, മെയിൻറ്റെയിൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, DBMS വെച്ചിട്ട് ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? കൺസെപ്റ്റ് ഓഫ് ഡാറ്റാബേസ് പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് DBMS എന്താണെന്ന് പറഞ്ഞപ്പോൾ നോക്കുക. DBMS എന്ന് പറയുന്നത് എന്താ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, DBMS എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് അലൗ യൂസർ ടു ഡിഫൈൻ, ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ആക്സസ് ടു ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യാനും ആക്സസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, DBMS എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താ, ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലം. ആ സ്ഥലത്തിൽ നമുക്ക് എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനകത്ത് ഡാറ്റാസ് ആക്സസ് ചെയ്യണം, അതിനകത്ത് കൊടുക്കണം, വാങ്ങിക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന് മൊത്തമായിട്ടും ഹാൻഡിൽ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, DBMS എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, DBMS എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ DBMS മേക്ക് ഇറ്റ്സ് പോസിബിൾ ഫോർ എൻഡ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ് ആൻഡ് ഇൻ database. It is a layer between program and data. ഇവിടെ പറയുന്നത് DBMS makes it possible for end users to create, read, update and delete data in database. It is a layer between programs and data. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ DBMS എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താ, നമുക്ക് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ റീഡ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, നമുക്കുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു എന്താണ്, ഒരു ലെയറാണ്, പ്രോഗ്രാം ആൻഡ് ഡാറ്റേൻ്റെ ഒരു ലെയർ ആയിട്ടാണ് എന്ത് കിടക്കുന്നത്, DBMS ഉള്ളത്. ഓക്കെ ആണല്ലോ, പറഞ്ഞ മനസ്സിലായി. ജസ്റ്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത് എന്താ, DBMS എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്, മൊത്തം ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് പറയുന്നത്, DBMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് നീഡ് ഓഫ് ഡാറ്റാബേസ്. എന്തിനാണ് ഡാറ്റാബേസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു വന്നു, കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. ഈ ഡ്രോബാക്സ് ഓവർകം ചെയ്തുകൊണ്ട് വന്നതാണ് എന്ത്, ഡാറ്റാബേസ്. അപ്പോൾ നമുക്കറിയാം മെയിനായിട്ട് വരുന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്, റിഡൻഡൻസിയാണ്. ഇപ്പോൾ ഡാറ്റാബേസ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർറിലേറ്റഡ് ഡാറ്റ സ്റ്റോർഡ് ഇൻ ടുഗദർ വിത്ത് മിനിമം റിഡൻഡൻസി ഇൻ എ മാനർ ദാറ്റ് മേക്സ് ഇറ്റ് ആക്സസിബിൾ ഫോർ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് മിനിമം റിഡൻഡൻസി, കാരണം മറ്റേ കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൽ ഭയങ്കരമായ എന്തുണ്ടാവും, ഡ്യൂപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഡാറ്റാബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഡ്യൂപ്ലിക്കേഷൻസ് മാക്സിമം നമുക്ക് കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല ആപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. നമുക്ക് അറ്റ് എ ടൈം കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡാറ്റാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മെയിൻ ഒരു നീഡ് എന്ന് പറഞ്ഞാൽ, ഡാറ്റാബേസിൻ്റെ മെയിൻ നീഡ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് റിഡൻഡൻസിയാണ്, നിങ്ങൾ മറന്നു പോകരുത് ആ ഒരു വേർഡ്, റിഡൻഡൻറ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് മറന്നു പോകരുത്. ഡ്യൂപ്ലിക്കേഷനാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡാറ്റാബേസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ റിട്രീവ് ചെയ്യാനൊക്കെ അതിന് മൊത്തമായി ഡാറ്റാബേസിന് മൊത്തമായിട്ട് മാനേജ് ചെയ്യുന്നതാണ് എന്ത്, DBMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ദ പ്രൈമറി ഗോൾ ഓഫ് DBMS ടു പ്രൊവൈഡ് ദ എൻവയോൺമെന്റ് ദാറ്റ് ബോത്ത് കൺവെൻഷണൽ, കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ടു ദ യൂസ് റിട്രീവിംഗ് ആൻഡ് സ്റ്റോറേജ് ഡാറ്റ. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു DBMSന് പ്രധാനമായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായ രീതിയിൽ ഡാറ്റാസ് എന്ത് ആക്സസ് ചെയ്യുക, റിട്രീവ് ചെയ്യുക, ഒരു എഫിഷ്യൻ്റ് ആയ രീതിയിൽ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, DBMS നമ്മളവിടെ യൂസ് ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ടും നീഡ് ഓഫ് ഡാറ്റാബേസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് എഴുതി വെക്കണം, മിനിമം റിഡൻഡൻസി. നമുക്ക് എന്ത് ചെയ്യാം, റിഡൻഡൻസി കുറച്ചിട്ട് പല ആപ്ലിക്കേഷൻസും നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് DBMS ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. കാരണം ആ പോയിന്റെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. 8 അഡ്വാൻറ്റേജസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നത്
പറയുന്നത്. അപ്പോൾ അതെന്താ നമുക്ക് എന്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഡാറ്റാബേസ് സിസ്റ്റം ആർ ഡിസൈൻ ടു മാനേജ് ലാർജ് വോളിയം ഓഫ് ഇൻഫർമേഷൻ. ഡാറ്റാബേസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ് വലിയ വോളിയം ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DBMS കൺസിസ്റ്റ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് സെറ്റ് ഓഫ് പ്രോഗ്രാം ആക്സസ് ടു ദോസ് ഡാറ്റ. നമ്മൾ DBMS എന്തിനാണ്? ഡാറ്റ കളക്ട് ചെയ്യാനും അതേപോലെ അതിൻ്റെ അകത്ത് ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DBMS യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മറന്നുപോയില്ലല്ലോ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് നോക്കാം. ഒരു 8 അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി. മറന്നുപോയത് ഞാൻ നേരത്തെയും പറഞ്ഞു, ഡാറ്റാബേസ് നമുക്ക് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മിനിമം റിഡൻഡൻസി. മാക്സിമം നമ്മൾ എന്ത് ചെയ്യാണ്? ഡ്യൂപ്ലിക്കേഷൻസ് കുറയ്ക്കാം അല്ലേ? നമുക്ക് മാക്സിമം നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കുറച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി ആണ്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് കോൾഡ് റിഡൻഡൻസി അല്ലേ? ഞാൻ പറഞ്ഞു ഡാറ്റ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിഡൻഡൻസി എന്ന് പറയുന്നത്. ഇൻ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡാറ്റ മേ ബി റിപ്പീറ്റഡ് ഇൻ മെനി ഫയൽസ് സച്ച് ലീഡ്സ് ടു ഡാറ്റ റിഡൻഡൻസി. നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ രീതിയിൽ നമുക്ക് കുറേ ഫയൽസിലൊക്കെ ഡ്യൂപ്ലിക്കേഷൻസ് വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തിൽ പറ്റും? ഈ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് പറ്റും. അത് മറന്നുപോയത് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളിങ് റിഡൻഡൻസിയാണ്. കാരണം നമുക്ക് എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ DBMS കീപ്സ് ഡാറ്റ അറ്റ് വൺ പ്ലേസ് ആൻഡ് ഓൾ യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആക്സസ് സെൻട്രലി മെയിൻറ്റെയിൻ ദ ഡാറ്റാബേസ്. അത് മാത്രമല്ല ഒരു സ്ഥലത്തായിരിക്കും ഈ ഡാറ്റാബേസ് മൊത്തം ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും എന്ത് ചെയ്യാം? പല സ്ഥലത്തിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇത് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. ഇതിന് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് എന്ത്? ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിൽ എന്തില്ല? ഡാറ്റ കൺസിസ്റ്റൻ്റ് അല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്? ഡാറ്റ റിഡൻഡൻസി ലീഡ്സ് ടു ദ കൺസിസ്റ്റൻസി ദാറ്റ് ഈസ് വെൻ ടു എന്താണ് എൻട്രീസ് അബൌട്ട് ദ സെയിം ഡാറ്റ ഡസ് നോട്ട് മാച്ച് ഈച്ച് അതർ ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് database provide the incorrect data. Inconsistency can be controlled by the controlling data redundancy. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ കാരണം നമുക്ക് എന്തെങ്കിലും ഈ ഡ്യൂപ്ലിക്കേഷൻസോ മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ എറേഴ്സോ മറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കും. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഡാറ്റ റിഡൻഡൻസി കൺട്രോൾ ചെയ്യും. അത് മാത്രം മൊത്തമായിട്ട് ഇൻകറക്റ്റ് ഡാറ്റ ആണെങ്കിൽ, അത് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കാണിച്ചു തരും. കറക്റ്റ് രീതിയിലേക്കും ഡാറ്റാസ് എന്ത് ചെയ്യുക? ഓർഡർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫസ്റ്റ് വൺ എന്താണ്? കൺട്രോളിങ് റിഡൻഡൻസി ആണ്. സെക്കൻഡ് വൺ എന്താണ്? ഡാറ്റ കൺസിസ്റ്റൻസി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്താ? എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്. നമുക്ക് DBMS കൊണ്ട് തന്നെ നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസ് അതിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓർത്ത് വെക്കാൻ നിങ്ങൾ ഡാറ്റ എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആണ്. Data integrity refers to correctness, completeness and accuracy of data stored in database. Data integrity is maintained through the implementing set of rules and procedures. It can also be done by using error checking and validation. ഇപ്പോൾ നമ്മൾ ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റും കംപ്ലീറ്റും അത്രയും അക്യുറേറ്റ് ആയിട്ടൊരു ഡാറ്റാസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ വാലിഡേഷൻ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത് എന്താ? അതിനകത്തുള്ള എന്തെങ്കിലും തെറ്റുകളുണ്ടോ എല്ലാം നമ്മൾ നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത്രയും കറക്റ്റായ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റാസ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എങ്കിൽ അങ്ങനത്തെ ഡാറ്റാസ് മാത്രം നമുക്ക് അതിനകത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നാലാമത്തെ അഡ്വാൻറ്റേജ് എന്താ? ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആണ്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്താ? ഡാറ്റ സെക്യൂരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഓൾറെഡി ഇതൊരു സെൻട്രലായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ആക്സസ് ചെയ്യുന്ന സമയത്തിന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള എന്തുണ്ടാവും? ഒരു പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ചുമ്മാ എല്ലാവർക്കും കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ ഭയങ്കരമായ സെക്യൂരിറ്റി, കാരണം അവർക്ക് കറക്റ്റായ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റാസൊക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ സെക്യൂരിറ്റി റെഫേഴ്സ് ടു പ്രൊട്ടക്റ്റിംഗ് ഡാറ്റ അഗെയിൻസ്റ്റ് ആക്സിഡൻഷ്യൽ ലോസ് ഓർ ആക്സസിങ് മോഡിഫൈങ് ഡാറ്റ ബൈ ദ അൺഓതറൈസ്ഡ് യൂസേഴ്സ്. നമ്മൾ വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അത് എടുക്കാനോ അതിനകത്ത് മോഡിഫൈ ചെയ്യാതിരിക്കാനോ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഭയങ്കര പ്രൊട്ടക്ഷൻ എന്ത് കൊടുക്കുന്നുണ്ട്? ഡാറ്റാബേസിന് കൊടുക്കുന്നുണ്ട്. ഡാറ്റ സെക്യൂരിറ്റി ക്യാൻ ബി ഡൺ ബൈ യൂസിങ് ദ പാസ്വേഡ്. നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കയറുമ്പോൾ നമ്മൾ ഫോണിൽ തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഡാറ്റാബേസിൽ ആക്സസ് ചെയ്യുമ്പോൾ അവർക്ക് ആർക്കാണോ കൊടുത്ത് അവർ കറക്റ്റായി എന്ത് കൊടുക്കും? ഒരു പാസ്വേഡ് കൊടുക്കും. ആ പാസ്വേഡ് കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഡാറ്റാബേസിലോട്ടേക്ക് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത്തെ എന്തായിരുന്നു? ഡാറ്റ സെക്യൂരിറ്റി. ദെൻ ആറാമത്തെ ഷെയറിംഗ് ഓഫ് ഡാറ്റ. നമുക്ക് എന്ത് ഈ ഡാറ്റാബേസ് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് എൻഫോഴ്സ് സ്റ്റാൻഡേർഡ്. ഈ എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ഈ ഡാറ്റാബേസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസിന് കറക്റ്റ് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിന് പേര്, അതിന് എങ്ങനെ ഏത് ഫോർമാറ്റ് ആയിരിക്കണം, അതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, അങ്ങനെ എല്ലാം കറക്റ്റായ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്ത് വെച്ചാൽ ചുമ്മാ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് കറക്റ്റായ ഒരു ഡേറ്റ്, ടൈം, അതിനൊരു പേര്, ആ കറക്റ്റ് രീതിയിൽ ഒരു ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രാഷ് റിക്കവറി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DBMS എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും
ഡാറ്റാസ് നഷ്ടപ്പെട്ടാലോ മറ്റു കാര്യങ്ങളോ സംഭവിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത് ക്യാഷ് റിക്കവറി. ഹാർഡ്വെയർ ഫെയിലിയർ എന്തായാലും നമുക്ക് ബാക്കപ്പ് എടുത്തിട്ട് വീണ്ടും ആ ഡാറ്റാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് 8 അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ കൺസിസ്റ്റൻസി ആണ്. തേർഡ് വൺ എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്. ഫോർത്ത് വൺ ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഫിഫ്ത്ത് വൺ ഡാറ്റ സെക്യൂരിറ്റി. ദെൻ സിക്സ്ത് വൺ ഷെയറിംഗ് ഓഫ് ഡാറ്റ. സെവൻത്ത് വൺ എൻഫോഴ്സ് സ്റ്റാൻഡേർഡ്. ദെൻ എട്ടാമത്തെ എന്താണ്, ക്രാഷ് റിക്കവറി. ഓക്കെ ആണോ? കാരണം ഇതിനകത്ത് ഏറ്റവും എളുപ്പമായിട്ട് 5 നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ മറന്നു പോകരുത് കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി, പിന്നെ ഡാറ്റ കൺസിസ്റ്റൻസി, സെക്യൂരിറ്റി. കാരണം സെക്യൂരിറ്റി നമ്മൾ പറഞ്ഞത്, അതേപോലെ തന്നെ റിക്കവറി, അതേപോലെ തന്നെ ഷെയറിംഗ് ഓഫ് ഡാറ്റ. ഈ ഒരു 5 എളുപ്പത്തിലൊരു 5 നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് DBMS ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, കമ്പോണൻസ് ഓഫ് എ DBMS. ഇത് 3 മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. 2-3 എക്സാംസിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ക്വസ്റ്റ്യനാണ് കമ്പോണൻസ് ഓഫ് എ DBMS എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം DBMS കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് കമ്പോണൻസ്. നമുക്കറിയാം നോർമലി നമുക്ക് DBMSൽ കുറച്ച് കമ്പോണൻസ് നമ്മൾ നോർമലി പറയുന്ന കമ്പോണൻസ് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. നോർമലി നിങ്ങൾ +1 മുതലേ കേൾക്കുന്ന ഒരു ടേമാണ് ഹാർഡ്വെയർ എന്ന്. ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താ, ഇൻക്ലൂഡ് കമ്പ്യൂട്ടേഴ്സും സെർവറും PC അല്ലേ, സ്റ്റോറേജ് ഡിവൈസസ്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർഡ്വെയർ. നമുക്ക് കാണാനും തൊട്ട് നോക്കാനും പറ്റുന്ന ഡിവൈസ്. അപ്പോൾ നമുക്കൊരു ഡാറ്റാബേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് വേണം, ഹാർഡ്വെയർ വേണം, കമ്പ്യൂട്ടർ വേണം, അതേപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസ് വേണം. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, DBMS കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഈ ഡിവൈസുകളൊന്നും ഇല്ല നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇല്ല. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താണ്, ഹാർഡ്വെയർ ആണ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്, കൺസിസ്റ്റ് ഓഫ് എ DBMS ആണ്. നമുക്കറിയാം DBMS പറഞ്ഞൊരു എന്താണ്, പ്രോഗ്രാമാണ്. അപ്പോൾ സോഫ്റ്റ്വെയറിനെ നമുക്ക് എന്ത് പറയുന്നത്, സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് DBMS, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് യൂട്ടിലിറ്റി. DBMS ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ഡാറ്റാബേസ്. കാരണം DBMS ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ യൂസറും ഡാറ്റാബേസ് തമ്മിൽ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, DBMS. കാരണം കുറേ ടൈപ്പ് സോഫ്റ്റ്വെയർസ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം, എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താണ്, ഹാർഡ്വെയർ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കമ്പോണൻസ്, അത് മാത്രമല്ല ഓൾ ദ റിക്വസ്റ്റ് ഫ്രം ദ യൂസേഴ്സ് ടു ആക്സസ് ഡാറ്റാബേസ് ആർ ഹാൻഡിൽഡ് ബൈ ദ DBMS. ദ യൂസേഴ്സ് ആക്സസ് ദ ഡാറ്റാബേസ് യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസേഴ്സ് എന്താണ്, റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, ഡാറ്റാസ് ആക്സസ് ചെയ്യുക. തിരിച്ച് എന്ത് യൂസേഴ്സിന് എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റ ആക്സസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ് ആര്, DBMS എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മൂന്നാമത്തെ ആളാണ് ആര്, ഡാറ്റ. ഈ ഡാറ്റ എന്ന് പറയുന്നത്, കാരണം നമുക്ക് ഡാറ്റാബേസിൽ എന്ത് വേണം, ഡാറ്റ വേണം. ഡാറ്റ ഇല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, നമുക്ക് കൊടുക്കാൻ ഡാറ്റ വേണ്ടേ. ഡാറ്റ അല്ലെങ്കിൽ നമുക്കത് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, ഒന്നിനും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ DBMS എന്താണ്, ഡാറ്റയാണ്. ദ ഡാറ്റാബേസ് ഷുഡ് ബി കണ്ടെയ്ൻ ഓൾ ദ ഡാറ്റ നീഡ് ബൈ ദ ഓർഗനൈസേഷൻ. ദ ഡാറ്റാബേസ് കണ്ടെയ്ൻ എന്താണ്, മെറ്റാഡാറ്റ. ഈ മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ അബൌട്ട് ഡാറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, മെറ്റാഡാറ്റ. ആ ഡാറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനെയാണ് എന്ത് വിളിക്കുന്നത്, മെറ്റാഡാറ്റ. ഓർത്ത് വെക്കുക. ചിലപ്പോൾ 1 വേർഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഡാറ്റ അബൌട്ട് ഡാറ്റ ഡാഷ് എന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, മെറ്റാഡാറ്റ. ഒരു ഡാറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ആ ഡാറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് എന്ത്, മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേഷണൽ ഡാറ്റ, ദ ഡാറ്റ ഇൻ ദ DBMS ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫീൽഡ്, റെക്കോർഡ് ആൻഡ് ഫയൽസ്. ഇപ്പോൾ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ DBMSൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻസ് ആണ് എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ കറക്റ്റ് പല രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആ രീതി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫീൽഡ്, റെക്കോർഡ് ആൻഡ് ഫയൽസ് ആണ്. ആ രീതിയിലാണ് നമ്മൾ ഡാറ്റാസ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡാറ്റാബേസിനകത്ത് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുക. ഡാറ്റ അല്ലെങ്കിൽ നമുക്ക് ഡാറ്റാബേസ് ഇല്ല. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മൊത്തം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയത് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിനകത്ത് ഫീൽഡ് ഉണ്ട്, റെക്കോർഡ്. ഇപ്പോൾ നമ്മൾ ഫീൽഡും റെക്കോർഡ് എന്ന് പറയുന്നത് എന്താ, ഫീൽഡ് എന്ന് വെച്ചാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർ ഡാറ്റ. ഈ ഡാറ്റൻ്റെ, കാരണം ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എന്താണ്, ഡാറ്റനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോൾ നമ്പർ, നെയിം, പ്ലേസ് എന്നൊക്കെ പറയുന്നത്, അതിന് നമുക്ക് എന്ത് വിളിക്കാം, ഫീൽഡ് എന്ന് വിളിക്കാം. റെക്കോർഡ് എന്ന് പറയുന്നത് എന്താ, റെക്കോർഡ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്. കാരണം മൊത്തം ഫീൽഡുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്കോർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഫയൽസ് ആണ്. ഫയൽസ് എന്ന് വെച്ചാൽ എന്താണ്, കളക്ഷൻ ഓഫ് റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയൽസ് എന്ന്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് മൂന്നും എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. കാരണം ഫീൽഡ്, കാരണം നമ്മൾ ഡാറ്റാസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് ഇങ്ങനെ, ഫീൽഡ്, റെക്കോർഡ്, ഫയൽസ്. ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, ഓരോ നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ ഫിഗർ നോക്കിക്കേ, ഫീൽഡ് എന്ന് പറയുന്നത് ഈ അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്, ഇതൊക്കെ ഫീൽഡ് എന്ന് വിളിക്കും. ഈ മൊത്തം എന്താണ്, ഈ റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു മൊത്തം ഈ ഒരു ഡീറ്റെയിൽസ് 101 അനു ഹം
ഹ്യൂമാനിറ്റീസ് അല്ലേ, അത് കൊടുത്ത എന്താണ് റെക്കോർഡ്. ഈ മൊത്തം ഇതിന് നമുക്ക് എന്ത് വിളിക്കാം, ഫയൽ എന്ന് വിളിക്കാം. ഇപ്പം നമ്മളൊരു ജസ്റ്റ് ആ കുട്ടിയുടെ എന്തൊക്കെയാണോ കൊടുക്കുന്നത്, ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ആ ടേബിളിൽ നമ്മൾ കൊടുക്കുന്നത്, അതാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഫീൽഡിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെക്കോർഡ് എന്ന് പറയുന്നത്. റെക്കോർഡ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫയൽസ് എന്ന്. അപ്പോൾ ഓർത്തൊക്കെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഡാറ്റ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഫീൽഡിൻ്റെ കളക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെക്കോർഡ് എന്ന് വിളിക്കുന്നത്. റെക്കോർഡ്സിൻ്റെ കളക്ഷൻ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫയൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് കമ്പോണൻസ് എന്ന് പറഞ്ഞ യൂസേഴ്സ്. നമ്മളിപ്പോൾ ഡാറ്റ ഉണ്ടായി, സോഫ്റ്റ്വെയർ ഉണ്ടായി, ഹാർഡ്വെയർ ഉണ്ടായി, നമുക്ക് എന്ത് വേണം, യൂസേഴ്സ് വേണ്ടേ. ഇതൊക്കെ യൂസേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഇതിലൊന്നും യൂസേഴ്സ് ഇല്ല നമുക്ക് വെറുതെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ ഇത് യൂസേഴ്സ് ആക്സസ് ടു ഡാറ്റാബേസ് ബൈ യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. നമ്മൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസേഴ്സ് ഡാറ്റാബേസ് എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ മോഡ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് DBMS database users classified into 4 types: database administrator, application program, sophisticated user and naive user. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂസേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാബേസിന് ഡാറ്റാസൊക്കെ ആക്സസ് ചെയ്യും. നമ്മൾ എന്താണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ കാര്യങ്ങൾ ചെയ്യും. യൂസേഴ്സ് ഇല്ലെങ്കിൽ അതിന് നമുക്ക് യാതൊരു ആവശ്യമില്ല ഡാറ്റാബേസിന്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റാബേസിന് DBMS നമ്മളെ യൂസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ ആൻഡ് നേവ് യൂസർ. ഇത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് എക്സാമിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റൻ ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താ ടൈപ്സ് ഓഫ് ദ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ്, rules and instructions that govern the design and use of the database. It may include the instruction to start and stop DBMS, backups, database, log into the database, etc. ഇതൊക്കെ ഉണ്ടായ പാത്രം പോലെ കറക്റ്റായ പ്രൊസീജിയർ ഉണ്ട് ഇതിന്. നമ്മൾ ചുമ്മാ കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കയറി എടുത്തിട്ട് ചുമ്മാ ആക്സസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് പറ്റും. അതിന് കറക്റ്റ് എന്തുണ്ട്, ഒരു ഓതറൈസ് നമുക്ക് ലോഗിൻ ചെയ്യാനും അതിനെ ബാക്കപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അതിനൊക്കെ എന്തുണ്ട്, കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. എന്താണ് കമ്പോണൻസ് എന്തൊക്കെയാണ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ നമ്മൾ 3 പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ, ഫീൽഡ്, ഫയൽ, റെക്കോർഡ്, പിന്നെ യൂസേഴ്സ്, ദെൻ എന്താണ് പ്രൊസീജിയർ. ഈ 5 കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഓർത്ത് വെക്കുന്ന. എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പോണൻസ് ഓഫ് ഡാറ്റാബേസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാം ഷുവർ ക്വസ്റ്റൻ ആണ് എന്ത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ അബ്സ്ട്രാക്ഷൻ എന്താ, നിങ്ങൾ ഇതിന് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ ചാപ്റ്ററിന് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ അബ്സ്ട്രാക്ഷനിലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ the process of hiding irrelevant details from the user is called data abstraction. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കാണിക്കുക, നമുക്ക് വേണ്ടത് മാത്രം അവർ മുന്നിൽ കാണിക്കുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഹൈഡ് ചെയ്ത് വെക്കും. ആ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ DBMSൽ the data in DBMS is described at three levels. നമ്മൾ അബ്സ്ട്രാക്ഷൻ പ്രധാനമായിട്ട് 3 ലെവൽസ് ആണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫിസിക്കൽ ലെവൽ, കൺസെപ്റ്റൽ ലെവൽ, വ്യൂ ലെവൽ. മറന്നു പോകരുത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രോസസ്സ് എന്താ, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ അബ്സ്ട്രാക്ഷനിൽ നമുക്ക് 3 ലെവൽസ് ആക്കിയിട്ടാണ് DBMSൽ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലെവൽ, സെക്കൻഡ് വൺ കൺസെപ്റ്റൽ ലെവൽ, ദെൻ തേർഡ് വൺ എന്താണ്, വ്യൂ ലെവലാണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്താണ്. ഇവിടെ നോക്കിക്കേ, അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചത്. ഈ ഫിഗർ നിങ്ങൾ ഓർത്ത് വെക്കണം, എക്സാമിന് വരക്കും വേണം. ഈ ഫിഗർ വരച്ചാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് വ്യൂ ലെവൽ, ദെൻ സെക്കൻഡ് താഴെ വരുന്ന ലോജിക്കൽ, ഏറ്റവും താഴെയാണ് എന്ത് വരുന്നത്, ഫിസിക്കൽ ലെവൽ വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെ താഴെ നമ്മൾ നോക്കുക ഫിസിക്കൽ, ലോജിക്കൽ, ദെൻ എന്താണ് വ്യൂ. കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ലോജിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഫിസിക്കൽ, വ്യൂ, അതേപോലെ തന്നെ എന്താണ് ഫിസിക്കൽ, ലോജിക്കൽ, ദെൻ എന്താണ് വ്യൂ ലെവൽ. 3 ലെവൽസ് ആണത്. മറന്നുപോയി ഫിഗർ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, വരക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ വേണ്ടി ഇപ്പോൾ എന്താണ്, ഫിസിക്കൽ ലെവൽ. ഫിസിക്കൽ ലെവലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ഇന്റേണൽ ലെവൽ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ദ അബ്സ്ട്രാക്ഷൻ. ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടാകും ഏറ്റവും താഴെ കാണിക്കുന്ന ലെവലാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദ സ്റ്റോറേജ് മീഡിയം സച്ച് ആസ് ഡിസ്ക്, ടേപ്പ്, എക്സെട്ര. നമ്മൾ ഹൗ ഡാറ്റ, എങ്ങനെയാണ് ഡാറ്റ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത്, അത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. മറന്നു പോകുന്നത് ഹൗ, നിങ്ങൾ ആ ഒരു ടേം ഓർത്ത് വെച്ചാൽ മതി. ഹൗ, എങ്ങനെയാണ് ഡാറ്റാസ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റോർ ഈ ഡിവൈസിലോട്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അതാണ് എന്തിൽ കാണിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഫിസിക്കൽ ലെവലിൽ നമ്മൾ കാണിക്കുന്നത്.
and the file which file organization is used. It is describe the complex low level data structure in detail. കാരണം ഇതിൻ്റെ അകത്ത് അത് മാത്രമേ ഡിസ്ക്രൈബ് ദ കോംപ്ലക്സ് ലോ ലെവൽ ഡാറ്റ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഫിസിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് എന്താ കാണിക്കുന്നത്, കാരണം ഇറ്റ് ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ ദ സ്റ്റോറേജ് മീഡിയം സച്ച് ആ ഡിസ്ക്, ടേപ്പ് എക്സെട്ര ആൻഡ് വിച്ച് ഫയൽ ഓർഗനൈസേഷൻ ഈസ് യൂസ്ഡ്. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഹൗ ഡാറ്റ എങ്ങനെയാണ് ഡാറ്റാസിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ഈ മീഡിയത്തിലോട്ടേക്ക് സ്റ്റോർ ചെയ്ത്, ഇതാണ് എന്തിൽ കാണിക്കുന്നത്, ഫിസിക്കൽ ലെവലിൽ കാണിക്കുന്നത്. ഹൗ നിങ്ങൾ എന്ത് മാത്രം ആലോചിച്ചാൽ മതി, ഹൗ മാത്രം എന്തിൽ ആലോചിച്ചാൽ മതി, ഫിസിക്കലിൽ ആലോചിച്ചാൽ ഹൗ ഡാറ്റ. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോജിക്കൽ ലെവലാണ്. ലോജിക്കൽ ലെവലിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺസെപ്റ്റ് ലെവൽ. എക്സാമിന് കൺസെപ്റ്റ് ലെവൽ എന്നായിരിക്കും ചോദിക്കുക, മറന്നുപോയത്. അപ്പോൾ കൺസെപ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ദ ലോജിക്കൽ ലെവൽ ഡിസ്ക്രൈബ് ദ വാട്ട് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡാറ്റ. നമ്മൾ ഫിസിക്കൽ ലെവൽ ഹൗ ആണെങ്കിൽ കൺസെപ്റ്റ് ലെവലിൽ എന്താണ്, വാട്ട് ഡാറ്റ, എന്ത് ഡാറ്റയാണ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, അതിനകത്ത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്ലോബൽ വ്യൂ ആൻഡ് റെപ്രസെൻറ്റ് ദ എൻറ്റയർ ഡാറ്റാബേസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. കാരണം ഇത് ആരാ യൂസ് ചെയ്യുന്നത്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ലോജിക്കൽ ലെവൽ യൂസ് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ലെവലാണ്. ഏറ്റവും താഴെ കിടക്കുന്നത് ഫിസിക്കൽ ലെവൽ, അതിന് തൊട്ട് മേലായിട്ട് കിടക്കുന്നതാണ് എന്ത്, ലോജിക്കൽ ലെവൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഈ ലെവൽ എന്താ പറയുന്നത്, വാട്ട് ഡാറ്റ, എന്ത് ഡാറ്റയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നത്, അത് നമ്മൾ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ് അത് കാണിക്കുന്നതാണ് എന്ത്, ഈ ലോജിക്കൽ ലെവൽ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആരാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ലെവൽ, മൂന്നാമത്തെ ലെവൽ എന്താ, വ്യൂ ലെവൽ. ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ലെവൽ. നമ്മൾ ഇൻറ്റേർണൽ ആണ് ഫിസിക്കൽ, അതിൻ്റെ കൺസെപ്റ്റിലാണ് ലോജിക്കൽ. ദെൻ ലാസ്റ്റ് വൺ ആണ് വ്യൂ ലെവൽ. വ്യൂ ലെവൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, എക്സ്റ്റേണൽ ലെവൽ എന്നാണ് വിളിക്കുന്നത്. അപ്പം ദിസ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷൻ ആൻഡ് ഈസ് നിയർ ടു ദ യൂസേഴ്സ്. കാരണം ഏറ്റവും ഹയസ്റ്റ് ലെവൽ, നമ്മുടെ ഡാറ്റാബേസിൽ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ലെവലാണ് എന്ത്, വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ യൂസേഴ്സായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം അല്ലെങ്കിൽ ഏറ്റവും യൂസേഴ്സായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ലെവലാണ് എന്ത്, വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺസേൺ വിത്ത് ദ വേ വേ ഇൻ വിച്ച് ഇൻഡിവിജ്വൽ യൂസേഴ്സ് വ്യൂ ദ ഡാറ്റ. എങ്ങനെയാണ് ഓരോ യൂസേഴ്സും ഈ ഡാറ്റ കാണുന്നത്, ഏറ്റവും നമ്മൾ യൂസേഴ്സാണ്, വ്യൂ എന്ന് പറയുമ്പോൾ കാണാം. അപ്പോൾ ഓരോ യൂസേഴ്സ് ഏറ്റവും യൂസേഴ്സ് അടുത്ത് നിൽക്കുന്ന ലെവലാണ്. അപ്പോൾ യൂസേഴ്സ് എങ്ങനെയാണ്, ഓരോ ഇൻഡിവിജ്വൽ യൂസേഴ്സും എങ്ങനെയാണ് ഈ ഡാറ്റാബേസ് കാണുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ഓൺലി ദ പാർട്ട് ഓഫ് ദ എൻറ്റയർ ഡാറ്റാബേസ്. കാരണം ഇതിനകത്ത് എന്താണ്, എൻറ്റയർ ഡാറ്റാബേസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദിസ് സിംപ്ലി ദ എന്താണ്, ഇൻട്രാക്ഷൻ വിത്ത് ദ സിസ്റ്റം. കാരണം സിംപ്ലിഫൈ ദ ഇൻട്രാക്ഷൻ വിത്ത് ദ സിസ്റ്റം ആണ് എന്തിൽ പറയുന്നത്, വ്യൂ ലെവലിൽ പറയുന്നത്. അപ്പം ജസ്റ്റ് ഓർത്ത് വെക്കുക, ഫിസിക്കൽ ലെവൽ എന്ന് വെച്ചാൽ ഹൗ ഡാറ്റ, കൺസെപ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഡാറ്റ, വ്യൂ ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും യൂസേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് എന്ത്, വ്യൂ ലെവൽ. കാരണം നമ്മൾ ഈ ഒരു ലെവലിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ലെവലാണ് എന്ത്, വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മറന്നു പോയത്, കാരണം നിങ്ങൾക്ക് ബൈവേക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെയൊക്കെ എന്താണ് അബ്സ്ട്രാക്ഷൻ ലെവൽസ് ചോദിക്കും. അപ്പോൾ മറന്നു പോയത് ഫിസിക്കൽ, ലോജിക്കൽ ആൻഡ് എന്താണ്, വ്യൂ ലെവൽ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ലെവൽസ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയൊരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താണ്, സ്റ്റോർഡ് ഐറ്റം, ലെങ്ത്, അഡ്മിഷൻ നമ്പർ, അതിൻ്റെ ടൈപ്പ്, ബൈറ്റ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഇതിനകത്ത് കാണിക്കും. ഇന്ന് ലോജിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് മാത്രം അഡ്മിഷൻ നമ്പർ, അതിൻ്റെ ഡാറ്റ ടൈപ്പ്, നെയിം, ക്യാരക്ടർ അത് മാത്രമേ കാണിക്കുള്ളൂ. വ്യൂ ലെവൽ എത്തുമ്പോൾ ജസ്റ്റ് നമ്മൾ യൂസേഴ്സ് കാണുന്നത് ഇപ്പോൾ അഡ്മിഷൻ, നെയിം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഓരോ വ്യൂവിൽ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഒരു യൂസർ ആയിരിക്കും കാണുന്നത്, വേറൊരു യൂസർ ആയിരിക്കും കാണുന്നത്, ഇത് എന്തായിരിക്കും, വേറെ യൂസർ ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ ഓരോന്നും ഓരോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. ഏറ്റവും താഴത്തെ നോക്കിക്കുക, ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ. ലോജിക്കൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡ്മിഷനും അതിൻ്റെ ഡാറ്റ ടൈപ്പ് മാത്രം. വ്യൂവിൽ എന്ന് പറയുമ്പോൾ ഓരോ വ്യൂവിലും, ഇപ്പോൾ വ്യൂ 1 എന്ന് പറയുമ്പോൾ ജസ്റ്റ് അഡ്മിഷൻ നമ്പർ, നെയിം മാത്രമേ അവിടെ കാണുന്നുള്ളൂ, അതിൻ്റെ ഡാറ്റ ടൈപ്പ് മറ്റു കാര്യങ്ങൾ ആരും കാണില്ല, യൂസേഴ്സ് കാണില്ല. ജസ്റ്റ് അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോയത്, എക്സാമിനൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്, ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഡെഫിനിഷൻ ഇൻ വൺ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ഡെഫിനിഷൻ അറ്റ് ദ നെക്സ്റ്റ് ഹയർ ലെവൽ ഈസ് കോൾഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്കീമ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഒരു സ്കീമയിൽ നമുക്ക് എന്ത് ചെയ്യുക, എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ. നമുക്ക് ഒരു സ്കീമയിൽ അല്ലെങ്കിൽ ഒരു സ്കീമ മോഡിഫൈ ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള കുറേ ലെവൽസ് പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഫിസിക്കൽ ലെവൽ, കൺസെപ്റ്റ് ലെവലിൽ പറഞ്ഞില്ലേ, ഈ ലെവലിനൊന്ന് എഫക്റ്റ് ചെയ്യാൻ നമുക്ക് എന്താണ്, അതിനകത്ത് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മളൊരു സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തം അതിൻ്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കീമയിൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ലെവലിലാണ് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ആ ലെവലിനെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ലെവലിനെ എഫക്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും, ആ ലെവലിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ആ എബിലിറ്റി അല്ലെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലെവൽസ് പറഞ്ഞു, ഈ ലെവൽസ് നമുക്ക് ഏതെങ്കിലും ലെവൽസിന് നമുക്ക് എന്ത് ചെയ്യണം, മോഡിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് മറ്റ് ലെവൽസിന് എന്ത് ചെയ്യരുത്, അത് എഫക്റ്റ് ചെയ്യരുത്. ആ എഫക്റ്റ് ചെയ്യാതെ ചെയ്യാതെ നമ്മൾ എന്ത് അതിനെ മോഡിഫൈ ചെയ്യുന്നതിൻ്റെ ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ദർ ആർ 2 ലെവൽസ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. നമുക്ക് 2 ലെവൽസ് ആണ് പറയുന്നത്. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും അതേപോലെ നമുക്ക് എന്താണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് പറയുമ്പം ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ അറ്റ് ദ ഫിസിക്കൽ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സ്കീമ ഫോളോഡ് അറ്റ് ദ ലോജിക്കൽ ലെവൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ഫിസിക്കൽ ലെവലിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണം. ആ ഫിസിക്കൽ ലെവലിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് ഏത് ലെവൽ എഫക്റ്റ് ചെയ്യരുത്, ലോജിക്കൽ ലെവലിൽ എഫക്റ്റ് ചെയ്യാതെ നമ്മൾ ഫിസിക്കൽ ലെവലിൽ മാറ്റം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ദാറ്റ് ഈസ് അപ്ലിക്കേഷൻ പ്രോഗ്രാം റിമൈൻ ദ സെയിം ഈവൻ ഇഫ് ദ സ്കീമ അറ്റ് ദ ഫിസിക്കൽ ലെവൽ ഗെറ്റ് ചെയ്യും. കാരണം അപ്ലിക്കേഷൻ പ്രോഗ്രാം മൊത്തം സെയിം ആണ്, പക്ഷേ ഫിസിക്കൽ ലെവലിൽ എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ചസ് കൊണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, ലോജിക്കൽ ലെവലിൽ ഒരു മാറ്റവും സംഭവിക്കാതെ ഫിസിക്കൽ ലെവലിൽ എന്ത് കൊണ്ടുവരണം, മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ അറ്റ് ദ ലോജിക്കൽ ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് സ്കീമ ഫോർ ദ വ്യൂ ലെവൽ. എന്ന് വെച്ചാൽ നമ്മൾ ലോജിക്കൽ ലെവൽ എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് എന്തിൽ എഫക്റ്റ് ചെയ്ത്, വ്യൂ ലെവലിൽ മാറ്റങ്ങൾ വരരുത്. കാരണം നമ്മൾ ഏറ്റവും മേലെ കിടക്കുന്നില്ല വ്യൂ ലെവൽ, ആ വ്യൂ ലെവലിൽ ചേഞ്ചസ് വരാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ലോജിക്കൽ ലെവലിൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷനും ഡാറ്റ ഇൻഡിപെൻഡൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന ഡിഫറെൻറ്റ് യൂസേഴ്സ് ഇൻ ഡാറ്റാബേസ്. ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. യൂസേഴ്സിൻ്റെ പേര് മാത്രമായിട്ട് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അല്ലാതെയും എന്ത് ചെയ്യാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് യൂസേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ ആൻഡ് നേവ് യൂസേഴ്സ്. ഇതൊക്കെയാണ് ആരെന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് യൂസേഴ്സ് ഇൻ ഡാറ്റാബേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ പേരിൽ തന്നെ ഉണ്ട്, മൊത്തം ഡാറ്റാബേസിന് കൺട്രോൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരാളാണ്, അല്ലെങ്കിൽ മൊത്തം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് എ സെൻട്രൽ കൺട്രോൾ ഓവർ ദ ഡാറ്റാബേസ്. മൊത്തം ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ദ മെയിൻ ഡ്യൂട്ടീസ് ഓഫ് ദ ഡാറ്റാബേസ്, DBA എന്ന് വെച്ചാൽ എന്താ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോൾ അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡ്യൂട്ടി എന്താ, ഡിസൈൻ ഓഫ് ദ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ സ്കീമ. നമ്മൾ എന്താ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ സ്കീമാസ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഓരോ ആൾക്കാർ കൊടുക്കുക, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഡാറ്റാബേസിൻ്റെ ഡിസൈൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് ദ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആരുടെ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ. പറഞ്ഞാൽ മനസ്സിലായോ? ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ ആണ്. എ DBA എൻഷുർ ദാറ്റ് ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺസ് ആർ ആക്സസിങ് ദ ഡാറ്റാബേസ്. കാരണം നമ്മൾ ഈ DBA ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ ഡാറ്റാബേസിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് തോന്നുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡാറ്റാബേസിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ DBA എന്ത് കൊടുക്കും, ഇത്ര ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കും. ആ പെർമിഷൻ കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അകത്തേക്ക് കടക്കാൻ പറ്റും. അതൊക്കെ കൊടുക്കുന്ന ആളാരാണ്, DBA ആണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ വെച്ചാൽ ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി ഫ്രം ദ ഫെയിലിയർ. നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ആയോ അല്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്തെടുക്കുന്ന ആളാരാണ്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡാറ്റാബേസ് മസ്റ്റ് ടേക്ക് ദ സ്റ്റെപ്സ് റീസ്റ്റോർ ദ ഡാറ്റ ടു കൺസിസ്റ്റന്റ് സ്റ്റേറ്റ് ഇൻ ദ കേസ് ഓഫ് ദ സിസ്റ്റം ക്രാഷ്. ദ DBA മസ്റ്റ് ടേക്ക് ദ സ്റ്റെപ്പ് ടു ബാക്കപ്പ് ഡാറ്റ പീരിയോഡിക്കലി ആൻഡ് മെയിൻറ്റെയിൻ ദ ലോഗ്സ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റാബേസിന് നഷ്ടപ്പെടും അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയി പോകും, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതൊക്കെ റീസ്റ്റോർ ചെയ്ത് അതൊക്കെ എടുക്കുന്ന ആളാരാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റത്തെ യൂസർ ആരാണ്, DBA ആണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവരാണ് എന്ത് ചെയ്യുന്നത്, മൊത്തം ഡാറ്റാബേസിന് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ പ്രോഗ്രാമറാണ്. അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആർ ദ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ഹു ദ ഇൻട്രാക്ട് വിത്ത് ദ ഡാറ്റാബേസ് ത്രൂ ദ അപ്ലിക്കേഷൻ പ്രോഗ്രാം റിട്ടേൺ ഇൻ എനി ലാംഗ്വേജസ്. എന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും കമ്പ്യൂട്ടർ ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ എന്താ ഡാറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജാവയോ C++ തുടങ്ങിയ ലാംഗ്വേജ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും,
ഡാറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഡാറ്റാബേസ് നമ്മൾ എന്ത് ചെയ്യുക, മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരാൾക്കാരാണ് ആരെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആണ്. ഈ സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാക്ട് വിത്ത് ഡാറ്റാബേസ് ത്രൂ ദെയർ ഓൺ ക്വറീസ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ക്വറീസ് റിക്വസ്റ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയേഴ്സ്, അനലിസ്റ്റ്, സയൻറ്റിസ്റ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. കാരണം അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഡാറ്റാബേസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും ത്രൂ ദ ക്വറീസ്. അവർ കൊടുക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് വെച്ച് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, ദെൻ തേർഡ് വൺ എന്താണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. എന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ നേരിട്ട് ജസ്റ്റ് ഇൻട്രാക്ട് ചെയ്യുക ഡാറ്റാബേസ്, അത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് നേവ് യൂസേഴ്സ് ഏറ്റവും അവസാനത്തെ യൂസറാണ്. കാരണം അൺസൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ, ഈ സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എന്തുണ്ടാവും, പരിചയമൊക്കെ ഉണ്ടാവും. ഈ നേവ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു അൺസൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. കാരണം ദേ ഇൻട്രാക്ട് വിത്ത് database by invoking the previously written application program. They are not aware of the details of the database. They use the higher level abstraction. എന്ന് വെച്ചാൽ ശരിക്കും ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല ഡാറ്റാബേസ്. ഇവർ ചുമ്മാ അത് കാണുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബില്ല് അടിക്കുന്ന ആൾക്കാർ, അവർക്ക് അതിന് ബാക്ക് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് അവർക്ക് അത് ബില്ല് അടിക്കുക, അത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുക, അത് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അപ്പം മാർക്കറ്റ്, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ, ബാങ്ക്, ഹോട്ടൽ, ക്ലറിക്കൽ സ്റ്റാഫ് അങ്ങനത്തെ ഉണ്ടാവും ഓഫീസ്, അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നേവ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. അവർക്ക് അതിൻ്റെ ബാക്കിൽ എന്ത് നടക്കുന്നുണ്ടോ, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ചൊന്നും യാതൊരു കാര്യങ്ങളും ആർക്കും അറിയില്ല. നേവ് യൂസേഴ്സ് ആണ്. ജസ്റ്റ് ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ടൈപ്പ് ചെയ്യാം, അത് പ്രിൻ്റ് ചെയ്യും, അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന യൂസേഴ്സ്: ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ ആൻഡ് നേവ് യൂസേഴ്സ്. ഓർത്ത് വെക്കുക.